കൃഷ്ണൻ്റെ കഥയൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി ആ കഥയിലേക്ക് കടക്കുകയാണ്. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് കൃഷ്ണകഥ പറഞ്ഞു കൊടുക്കുകയാണ്. എവിടെയാണ് കൃഷ്ണൻ അവതരിച്ചത്? യു പിയിലെ മഥുര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പുരി ക്ഷേത്രത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ അത് പറയാൻ പോയാൽ നമ്മുടെ സമയം തെറ്റും. അതുകൊണ്ട് ഞാനൊന്ന് മാറ്റിവെച്ചു. അപ്പോൾ എവിടെയാണ് ഭഗവാൻ അവതരിക്കുന്നത്? മഥുര. മഥുരയിൽ അന്ന് രാജ്യം ഭരിച്ചത് ഉഗ്രസേനൻ എന്ന ഒരു രാജാവാണ്. ആനർത്തക വംശം എന്ന് പറയും. ഇതാണ് ഓരോ വംശങ്ങൾ. ആനർത്തക വംശം. ഈ വംശത്തിൽപ്പെട്ട ഉഗ്രസേന രാജാവ്. ഇത് കൃഷ്ണൻ്റെ ഒരു അമ്മാവനും കൂടിയാണ്. കാരണം എങ്ങനെയാണ് അമ്മാവനാവുന്നത്? ഉഗ്രസേനൻ്റെ സഹോദരനായിരുന്നു ദേവകൻ. ആരാണ്? ദേവകൻ. ദേവകൻ്റെ മക്കളായിരുന്നു രോഹിണിയും ദേവകിയും ഒക്കെ. അപ്പം ഈ രോഹിണിയൊക്കെ കല്യാണപ്രായമായപ്പോൾ ആർക്കാ കല്യാണം കഴിച്ചു കൊടുക്കുക എന്നൊരു ചർച്ച വന്നപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞു, യാദവ വംശത്തിലെ ശൂരസേനപുത്രനായ വസുദേവർക്ക് കൊടുക്കുക. അപ്പോൾ വസുദേവർ അന്ന് നല്ലൊരു സംസ്കാരമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഈ കൊട്ടാരത്തിൽ നിന്നും വസുദേവർക്ക് പെൺകുട്ടിയെ കൊടുത്തത്. അങ്ങനെ പെൺകുട്ടിയൊക്കെ കൊടുത്ത് കല്യാണമൊക്കെ കഴിഞ്ഞു. അവർ ജീവിതം ആരംഭിച്ചു. അങ്ങനെ കാലം മുന്നോട്ട് പോയി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് ദേവകീദേവിയുടെയും കല്യാണപ്രായം. ഇപ്പം ദേവകീദേവി ആർക്കാ കൊടുക്കേണ്ടത്? അതിങ്ങനെ ആലോചിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, വസുദേവർ നല്ല മനുഷ്യനല്ലേ. അപ്പം അന്നൊക്കെ ഒന്നിലധികം കല്യാണം കഴിക്കണ കാലമാണ്. ഇന്നത്തെ പോലെ ഒരാളെ കല്യാണം കഴിക്കണ കാലമല്ല, ഒന്നിൽ അധികമൊക്കെ കല്യാണം കഴിക്കും. അപ്പം എന്നാൽ പിന്നെ ആർക്ക് തന്നെ കൊടുക്കാം? വസുദേവർക്ക് തന്നെ കൊടുക്കാം. ഇതിനിടയ്ക്ക് എന്തുണ്ടായി? ഈ ഉഗ്രസേനൻ്റെ പുത്രനായിരുന്നു മഹാദുഷ്ടനും നീചനും ക്രൂരനുമായ കംസൻ. അദ്ദേഹത്തിൻ്റെ ഒരു വളർത്തുപുത്രനാണ് വാസ്തവത്തിൽ. ഈ കംസൻ ചെറുപ്പത്തിൽ തന്നെ ക്രൂരത ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കൊണ്ട് നടന്ന കുട്ടികളെ ദ്രോഹിക്കുക, അതങ്ങനെ ശീലമായിപ്പോയി. അപ്പോൾ കംസൻ ദേവകീദേവിയുടെയും വസുദേവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ രഥമൊക്കെ തയ്യാറാക്കി വരൻ്റെ ഗൃഹത്തിൽ വധുവിനെ കൊണ്ടുവിടണ്ടേ? തേര് സാരഥി എടുത്തപ്പം പറഞ്ഞു, ഏയ് എടോ മാറി നിൽക്ക്, എൻ്റെ സഹോദരിയെ ഞാൻ കൊണ്ടുവിടുന്നു. സാരഥി എന്ത് ചെയ്യാനാണ്? ദാരകൻ മാറി നിന്നു. കംസൻ കടിഞ്ഞാണെടുത്തു, ദേവകിയെയും വസുദേവരെയും രഥത്തിൽ കൊണ്ടുപോവാണ്. എവിടേക്ക്? വസുദേവ ഗൃഹത്തിലേക്ക്. കല്യാണമൊക്കെ കഴിഞ്ഞു, ഗംഭീര കല്യാണമൊക്കെ ഇരുന്നു. പോകുന്ന വഴിക്കാണ് ഒരു ഉഗ്രൻ ഠിമ്മ ശരീരി. നേരത്തെ ഒരു ശബ്ദം കേട്ടില്ലേ നമ്മൾ? അതുപോലൊരു ഉഗ്രൻ ഠിമ്മരടി. കംസൻ അങ്ങോട്ട് ഞെട്ടിപ്പോയി. എന്താണ്? അഷ്ടമോ ഗർഭോ ഹന്തേതി 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 ഹന്തേതി. ഓ, ഇവരുടെ 8ാമത്തെ ഗർഭം നിന്നെ കൊന്നുകളയുന്നു. ഹേ മന്ദ അഷ്ടമോ ഗർഭോ ഹന്തേതി. ഒരൊറ്റ ശരീരി. കംസൻ പൊതുവെ ക്രൂരനാണ്, ദുഷ്ടനാണ്, നീചനാണ്. ആ കൺട്രോള് പോയി. കടിഞ്ഞാണൊക്കെ വിട്ടു. പിന്നെ കടിഞ്ഞാണ് പോലെ പിടിക്കുന്നത് എന്ത്? ദേവകീദേവിയുടെ മുടിയെല്ലാം വലിച്ച് ചുരുട്ടി പിടിച്ച് പുറത്തേക്ക് രയറാണ്. രാജാവാണല്ലോ, അപ്പം ഉറയിലെപ്പോഴും ആള് വലിച്ചൂരി മുടിയെല്ലാം വലിച്ചു പിടിച്ചെടുത്ത് ഇട്ടാൻ നിൽക്കുകയാണ്. എൻ്റെ അന്തകനെ നീ പ്രസവിക്കില്ലേ, എൻ്റെ അന്തകനെ നീ പ്രസവിക്കില്ലേ. പാവം ദേവി വിളറിപ്പോയി. എന്താ കേൾക്കുന്നത്? കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ഡേ ആണതേ. കിട്ടിയ അനുഭവം നോക്കണം. വസുദേവർക്കും എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു നിമിഷം അറിയുന്നില്ല. കാരണം ഇങ്ങനൊരു അശരീരി ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ വസുദേവർ പെട്ടെന്ന് അങ്ങോട്ടൊരു മാനസികമായിട്ടൊരു നോർമൽ ലെവലിലേക്ക് എത്തി കാൽക്കൽ വീണ് പറഞ്ഞു, അരുത് കംസ,
ഇവള് നിന്നെ കൊല്ലുന്നില്ലല്ലോ, എന്താ നീ പറയുന്നത്? ഇവള് നിന്നെ കൊല്ലൂ, നിന്റെ സഹോദരിയല്ലേ, സ്വന്തം സഹോദരിയെ കൊല്ലൂ നീ. അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു, സ്ത്രീകളെ കൊല്ലുന്നത്, ഇന്നലെ പറഞ്ഞു അത് എന്ത്, ബ്രഹ്മഹത്യ. അരുത് കംസ, ബ്രഹ്മഹത്യാ പാപം വിളിച്ചു വരുത്തരുത്, അരുത്. കയ്യും കാലൊക്കെ പിടിച്ച് കരഞ്ഞു പറഞ്ഞു. കംസനാണ്, മാറവിടുന്ന്, ഇവളെ ഞാൻ വെട്ടും തന്നെ. വസുദേവര് പെരുമ്പാവൂരുകാരനായിരിക്കണം. പെട്ടെന്ന് വസുദേവർക്ക് കത്തി ബുദ്ധി വന്നു. കംസ ഇവൾ കൊല്ലുന്നല്ലോ അശരീരി. ആര് കൊല്ലുന്ന? കുട്ടി കൊല്ലുന്നല്ലേ ഉള്ളൂ. ഇവൾ പ്രസവിച്ച ഉടനെ ആ കുട്ടിയെ ഞാൻ നിനക്ക് സമർപ്പിച്ചു കൊള്ളാം. സത്യം, സത്യം. ഇത് കേട്ടപ്പോഴാണ് കംസൻ അല്പമൊരു സമാധാനം. സത്യമാണല്ലോ വസുദേവ, പ്രസവിച്ച അന്ന് എൻ്റെ മുന്നിൽ കുട്ടിയെ കൊണ്ടുവന്ന് സമർപ്പിക്കണം. തയ്യാറാണോ? വസുദേവരെ ഏറ്റു. അങ്ങനെ ദേവകീദേവിയെ കംസന്റെ പിടിയിൽ നിന്നും തൽക്കാലമൊക്കെ മോചിപ്പിച്ച്, പിന്നെ രഥമൊന്നുമില്ല, നടന്നുപോയി. നോക്കണം, ഹണിമൂൺ തുടങ്ങിയത് പോയതാ. ഹണിയില്ല, മൂണുമില്ല. അങ്ങനെ രണ്ടും വീട്ടിലെത്തി. ആരെങ്കിലും പ്രസവിക്കുമോ? കൊല്ലാനായി കുട്ടികളെ കൊടുക്കാൻ ആരെങ്കിലും പ്രസവിക്കുമോ? തൽക്കാലം വേണ്ടാന്ന് വയ്ക്കും. ദേവകി പ്രസവിച്ചു. ആ കടിഞ്ഞൂൽ കുഞ്ഞിനെയും കൊണ്ട് നേരെ പോയി കംസന്റെ അടുത്ത് വസുദേവര്. ദേവകീ ദേവിയാണെങ്കിൽ നെഞ്ചത്തടിച്ച് കരയാണ്, ആ കുഞ്ഞ് പോയില്ലേ. ഇവിടെ ആ കുഞ്ഞിനെ കൊടുത്ത് വസുദേവര് പറഞ്ഞു, ഞാൻ സത്യം ചെയ്തിരുന്നു നിന്നോട്, പ്രസവിച്ച നിമിഷം കുഞ്ഞിനെ കൊണ്ടുവരാന്ന്. കംസൻ വസുദേവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്റെ സത്യത്തെ ബഹുമാനിക്കുന്നു, തൽക്കാലം ഈ കുഞ്ഞിനെ നീ കൊണ്ടുപോയിക്കോ. എനിക്ക് ഇതിനെ അല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് 8ാമത്തെ കൊണ്ടുവരണം. അപ്പം ഭഗവാൻ അത്ര ഉറപ്പാണ്. എത്രാമത്തെയായിട്ടേ വരുള്ളൂ? ഇന്ന് അങ്ങനെ ഒരു അശരീരി വരുമോ? കണക്ക് തന്നെ. ഇന്ന് 2 വരണമെങ്കിൽ എന്താ പാട്? അതിനെന്നെ മൂവാറ്റുപുഴ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ട കാല. ഇപ്പം കുഞ്ഞുണ്ടാവണമെങ്കിൽ മൂവാറ്റുപുഴ പോകണം, ഇല്ലേ? അവിടെയാണ് ഇൻഫെർട്ടിലിറ്റി സെൻ്ററുകളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പം എവിടുന്നാ പ്രസവിച്ച്? മൂവാറ്റുപുഴയെന്നാണ്. ഞങ്ങളുടെ നാട് മോശമൊന്നുമല്ല ഇവിടെ. അപ്പം ഏതായാലും ഇവിടെ 2ആയി, 3ആയി, 4ആയി. എന്തിൻ്റെ കണക്കാ പറയണത്? ഇഡ്ഡലി സാമ്പാറും കഴിച്ച കണക്കല്ല, പ്രസവിച്ച കണക്ക്. 5ആയി, 6ആയി, 7ആയില്ല. നിങ്ങളങ്ങോട്ട് കയറി പോവല്ലേ, ക്ഷമ കാണിക്കേ. 6 കുട്ടികളായപ്പോഴാണ് ഒരു ദിവസം നാരദ മഹർഷി കംസന്റെ അടുത്ത്, ഏയ് നീ എന്താ ഒരു അശരീരിയൊക്കെ കേട്ടു, ഞെട്ടിന്നൊക്കെ കേട്ടുമല്ലോ. അതൊക്കെ ശരിയാ മഹർഷേ, പക്ഷെ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ അവൾ 6 പ്രസവിച്ചിട്ടുള്ളൂ. 8ാമത്തേതിനെ പ്രസവിച്ചാൽ എൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തട്ടുന്നു. നാരദര് പെരുമ്പാവൂരുകാരനല്ല. കംസനോട് പറഞ്ഞു, എടോ നീ ഒരു പൊട്ടൻ തന്നെയാണ്. ഇതിൽ 8 ഏതാണെന്നുള്ളത് നീങ്ങ എങ്ങനെ ഉറപ്പിച്ചത്? നിന്റെ വിചാരം 1 മുതൽ 8ാമത്തേതായിട്ട്? എടോ 8ാമത്തെ മാസം പ്രസവിച്ച കുട്ടിയും 8ൽ പെടുത്തിക്കൂടെ? ഇനിയിപ്പം നക്ഷത്രം വെച്ച് നോക്കുമ്പം 8ാമത്തെ നക്ഷത്രത്തിൽ പ്രസവിച്ചത് 8ൽ കൂട്ടിക്കൂടെ? ഒരു 5-6 8ൻ്റെ കണക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിലേതാ 8 എന്ന് ഇപ്പം എങ്ങനെയാ കണ്ടുപിടിക്കുക? നാരായണ നാരായണ. കംസന്റെ ഉറക്കം പോയി കിട്ടിയോ? കംസന്റെ സമാധാനം പോയി കിട്ടിയോ? കാരണം അതുവരെ വിചാരിച്ചിരിക്കുന്നത് 1 മുതൽ 8. ഇതിലിപ്പോൾ ഏതാ 8 എന്നുള്ള ഒരു പിടിയില്ല. കംസന്റെ സമനില തെറ്റി. കംസൻ വീണ്ടും വാളൊക്കെ എടുത്ത് ദേവകിയുടെ വീട്ടിലേക്ക് ഒരു ഓട്ടം. 6 കുട്ടികളെയും നിഷ്കരുണം വെട്ടിയും ചെറുതിനെ തല്ലിയും ഒക്കെ കൊന്ന് ഒരു രക്തപ്പുഴ, ചിതറിക്കിടക്കുന്ന ശരീരങ്ങൾ. ഇത് കണ്ടുകൊണ്ട് അലറിക്കരയാണ് ദേവകി. ഒരു ദാക്ഷിണ്യം കാണിച്ചിട്ട് 2 പേരെയും ചങ്ങലക്കിട്ട് അങ്ങോട്ട് കാരാഗൃഹത്തിൽ കൊണ്ടിടാൻ ഉത്തരവ് കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് വസുദേവര് പൊട്ടിപ്പൊട്ടി കരഞ്ഞ്
തൻ്റെ ആദ്യ ഭക്തി രോഹിണീ ദേവിയോട് പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, വേഗം ഗോകുലത്തിൽ നന്ദഗോപഗൃഹത്തിൽ ശരണം പ്രാപിക്കാൻ. ഇപ്പം മധുരയിൽ നിന്ന് 5-6 കിലോമീറ്റർ ദൂരെയാണ് ഇത് ഗോകുലം. പോയി രക്ഷപ്പെട്ടോളൂ ദേവി, ഇവിടെ നിൽക്കണ്ട. അങ്ങനെ വസുദേവരെയും ദേവകീദേവിയെയും കാരാഗൃഹത്തിലാക്കി. അച്ഛൻ ഉഗ്രസേനനെയും കാരാഗൃഹത്തിലാക്കി. രാജ്യഭരണം കംസൻ ഏറ്റെടുത്തു. അങ്ങനെ കംസന്റെ നിയന്ത്രണത്തിലായി കാര്യങ്ങൾ. കാരാഗൃഹത്തിലിരിക്കുന്ന ദേവകീദേവിയെ വസുദേവരങ്ങനെ പറഞ്ഞ് 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 ബോധ്യപ്പെടുത്തി. ദേവി, ഭഗവാൻ അവതരിക്കുകയാണ്, ദേവിക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയാണ്, ദുഃഖിച്ചിരിക്കരുത്, കഴിഞ്ഞു പോയതിനെ ഓർക്കരുത്, നാമം ജപിക്കൂ, നാമം ജപിക്കൂ, നാമം ജപിക്കൂ, നാമം ജപിക്കൂ പറഞ്ഞ് 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 ആ ദേവിയുടെ മനസ്സിൽ നിന്ന് ദുഃഖങ്ങളെ മാറ്റി. എളുപ്പമാണോ ദുഃഖം പോവൽ? ഈ ചിന്നിച്ചെതറി കിടക്കുന്ന ശരീരം കണ്ടുകൊണ്ട് അതൊക്കെ മറക്കാൻ എളുപ്പമാണോ? എളുപ്പമാണോ? പക്ഷെ പറഞ്ഞ് 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 എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല കൗൺസിലിംഗ് ചെയ്തൊരു വ്യക്തി ലോകത്തിലുണ്ടാവില്ല. ഒരാളുടെ മനസ്സിങ്ങനെ ദുഃഖത്തിലാണ്ട് കിടക്കുന്ന ഒരാളെ അതിൽ നിന്നും പതുക്കെ ഉയർത്തി 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 ദേവിയുടെ മനസ്സങ്ങോട്ട് കുറേ അങ്ങോട്ട് ശരിയായി. നാമജപത്തിലൊക്കെ അങ്ങോട്ട് മുഴുകി നാമജപത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുമ്പോഴാണ് 7ാമത് ഗർഭം വരുന്നത്. കാരാഗ്രഹത്തിൽ വെച്ച് ആ ഗർഭം വരുമ്പോഴേ ദേവിക്കൊരു തേജസ്സും മോജസ്സും ഒക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങി. കംസൻ പാറാവുകാരോട് പറഞ്ഞിട്ടുണ്ട്, വയറിൽ വല്ല മാറ്റവും വന്നാൽ എന്ന് വെച്ചാൽ ഗർഭലക്ഷണങ്ങൾ വന്നാൽ എന്നെ അറിയിക്കണമെന്ന്. അങ്ങനെ വയറങ്ങോട്ട് വലുതായതും ഒരു ദിവസം ഗർഭം കാണാൻ, വയറ് കാണാൻ ആര് വരികയാണ്? കംസൻ. എനിക്ക് തോന്നുന്നു ഈ വയറ് കാണൽ ചടങ്ങ് തുടങ്ങി വെച്ചത് കംസനാണെന്ന്. ഇന്നിപ്പോൾ ബേബി ഷവർ എന്നൊക്കെ പറയില്ലേ, ഇതിൻ്റെ ആരംഭം കുറിച്ചത് ആരാ? അല്ല, തമാശയല്ല. കാരാഗ്രഹത്തിൽ വയറ് കാണൽ ചടങ്ങിന് ആദ്യം പോയത് ആരാ? കംസനാ. ഒന്നും കൊണ്ടൊന്നും പോയില്ല. അവിടെ ചെന്ന ദേവകീദേവിയുടെ വയറിലേക്ക് ഒരൊറ്റ നോട്ടം. അപ്പോഴേ ദേവകീദേവിക്ക് മനസ്സിലായി കുട്ടിയുടെ കാര്യത്തിലൊരു തീരുമാനമായിരുന്നു. കാരണം അവൻ്റെ നോട്ടം തന്നെ അത്രയും ക്രൂരമായൊരു നോട്ടം. ദേവകീദേവി വിഷമിച്ചു പോയി. ഈശ്വര, ഈ കുട്ടിയും എനിക്ക് പോവല്ലോ. അന്ന് രാത്രി കിടന്നുറങ്ങിയതാണ്. ആ കുട്ടിയും പോയി. എവിടെ പോയി, എന്തു പോയി, ഒരു പിടിയില്ല. റൂമിലില്ല എന്തായാലും. ആ ദേവകീദേവിക്ക് 7ാമത്തെ കുട്ടി ഗർഭത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി. വീണ്ടും ദുഃഖം. നോക്കൂ നിങ്ങൾ, 6 ചല്ലിച്ചതച്ച് കൊന്നത്, 7ാമത്തത് വയറിൽ നിന്നും പോയത്. നല്ല ജീവിതമാണോ അതൊക്കെ? പറയൂ. വേദനകളും ദുഃഖങ്ങളും വിഷമങ്ങളും അല്ലേ? ഇത്രമാത്രം വേദനയിലൂടെ സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭം എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം അതൊരു പൂർണ്ണതയുടെ ഒരു ഭാവമാണ് സ്ത്രീകൾക്ക്, ആണോ? ആ ഒരു സമയത്ത് ആ കുഞ്ഞു പോയാൽ ബാക്കി ആര് മരിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ആ ഗർഭത്തിലെ കുട്ടി പോയാൽ താങ്ങാൻ ഇത്തിരി വിഷമം കൂടുതലാണ്. അത്രമാത്രം ഒരു ഒട്ടൽ ആ കുഞ്ഞിനോട് ഉണ്ടാവും. ആ കുട്ടിയും കൂടെ പോയ ദേവകീദേവി വീണ്ടും മാനസികമായ ഡിപ്രഷൻ. അതിൽ നിന്ന് വീണ്ടും പറഞ്ഞു നാമം ജപിപ്പിച്ച് നാമം ജപിപ്പിച്ച് നാമം ജപിപ്പിച്ച് നാമം ജപിപ്പിച്ച് പതുക്കെ പതുക്കെ കരകയറ്റി വസുദേവര്. അങ്ങനെ മനസ്സിൽ കുറച്ചൊരു നാമജപമൊക്കെ ചെയ്യാം, അതിലിങ്ങനെ മുഴുകാം എന്ന് വന്നപ്പോഴാണ് 8ാമത്തെ ഗർഭത്തിന് തയ്യാറായത്. 8ാമത്തെ ഗർഭം തൻ്റെ വയറിൽ വന്നതും 7 കുട്ടികളുടെ അഭാവം ഓർക്കുക പോലും വരില്ല എന്നാണ്. അനന്തമായ ആനന്ദം മനസ്സിൽ സ്ഥിരതല്ല. അത്രമാത്രം ഒരോളം അങ്ങനെ മനസ്സിൽ കളിക്കുന്ന പോലെ എപ്പോഴും ചിരിക്കാൻ തോന്നുക. അത്ര ഒരു സന്തോഷവും ആനന്ദവും ശാന്തിയും. ദേവി ഇങ്ങനെ അറിയാതെ നാമങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിൽ നിന്നിങ്ങനെ തികറ്റി പുറത്തേക്ക് വരികയാണ്. അറിഞ്ഞു ചൊല്ലുന്നതല്ല, താനെ വരികയാണ്. ദേവിക്ക് തന്നെ അറിയുന്നില്ല ഇതെന്താ വല്ല ഭ്രാന്ത് ലക്ഷണമാണോ, എന്തിനാ ഞാൻ ചിരിക്കുന്നത്, എന്തിനാ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നാമങ്ങളൊക്കെ വരുന്നത്, ഒന്നും അറിയുന്നില്ല.
എല്ലാവർക്കും മനസ്സിലായി ഒരു ദിവ്യമായ അത്രയും അത്ഭുതമായ ശക്തി എവിടെയുണ്ട്. ദേവി അതിങ്ങനെ പ്രേരിപ്പിക്കുകയാണ് നാമം ചൊല്ലാനൊക്കെ. ദേവി സകല ദുഃഖങ്ങളും മറന്നുപോയി. കാരണം ഈ സന്തോഷത്തിൻ്റെ അലതല്ലലിൽ ദുഃഖത്തിൻ്റെ തീവ്രത ഇല്ലാതായിപ്പോയി. ദേവിക്കത് ആലോചിക്കാൻ പറ്റണില്ല. അങ്ങനെ 8ാമത്തെ ഗർഭം വളർന്നു വരുമ്പോൾ ദേവിയുടെ ആ തേജസ്സും ഓജസ്സും ഒക്കെ കൂടി വരുന്നു. കംസനെ വിവരം അറിയിച്ചു, വയറ് വന്നിട്ടുണ്ട്. കംസൻ പുറപ്പെട്ടു. ഏത് ചടങ്ങിന്? വയറ് കാണൽ ചടങ്ങ്. കംസൻ എത്തുന്നതും ദേവകീദേവിയുടെ അടുത്തേക്കൊന്ന് നോക്കിയതുള്ളൂ. പെട്ടെന്നൊരു നിഴൽ തൻ്റെ അടുത്ത് ഓടി വരുന്ന പോലെ. കംസന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത് ഒരു കറുത്ത നിഴൽ തൻ്റെ നെഞ്ചിലേക്ക് അടിക്കുന്ന പോലെ വന്ന ഒരു ചിന്ത. കംസൻ ജീവനം കൊണ്ട് ഓടി. ഇങ്ങോട്ട് മര്യാദയ്ക്കൊക്കെ അഹങ്കാരത്തിലാണ് വന്നത്. ഭീരുവിനെ പോലെ അവിടുന്ന് ഓടിയുന്ന. അതിനുശേഷം കംസൻ എങ്ങോട്ട് നോക്കുമ്പോഴും പെട്ടെന്ന് തൻ്റെ നേരെ ഒരു നിഴൽ, ഹരി എന്ന് പറഞ്ഞു, അറിയാതെ പറഞ്ഞു പോവുക. ആ കറുത്തൊരു നിഴൽ കാണും, ഹരി ഹരി എന്ന് അറിയാതെ പറഞ്ഞു പോവുക. ആസീന സംവിശൻ തിഷ്ടൻ ഭുഞ്ചാന പരിണന്മഹിം ചിന്തയാനോ ഹൃഷീകേശം. അങ്ങനെ ഭഗവാനെ കാണാൻ തുടങ്ങി. നിഴൽ രൂപത്തിൽ ഭഗവാനെ കാണാൻ തുടങ്ങിയ ആളാണ് ആര്? കംസൻ. ഒരു വശത്ത് ഈ കാര്യങ്ങൾ നടക്കണോ, വേറൊരു വശത്ത് ദേവകീദേവിയുടെ ഗർഭം പാകമായി വരികയാണ്. അപ്പം ഈ 7ാമത്തെ ഗർഭത്തിന് എന്താണ് പറ്റിയത്? 8ാമത്തെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഭഗവാൻ തൻ്റെ അവതാരത്തിന് മുമ്പ് തൻ്റെ മായാദേവിയെ വിളിച്ച് പറയാണ്, ദേവി എന്നെ ഈ അവതാരത്തിലൊന്ന് സഹായിക്കണം. ദേവി എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താണത്? ദേവകീദേവിയിലിരിക്കുന്ന എൻ്റെ സഹോദരനാവാൻ പോകുന്ന, ജ്യേഷ്ഠനാവാൻ പോകുന്ന ബലരാമഗർഭത്തെ, സംഘർഷണ ഗർഭത്തെ ദേവകീദേവിയിൽ നിന്നും എടുത്ത് അങ്ങ് യശോദാഗൃഹത്തിൽ താമസിക്കുന്ന രോഹിണി ഗർഭത്തിൽ നിക്ഷേപിക്കണം. ഇന്നിപ്പോൾ ഒരു ഗർഭപാത്രത്തിൽ നിന്നും മറ്റൊരു ഗർഭപാത്രത്തിലേക്ക് കുട്ടിയെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട്. ഫീറ്റസ് ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടെന്ന്. വ്യാസഭഗവാൻ ഇതെങ്ങനെ മനസ്സിലായി? ഒരു വയറ്റിൽ നിന്നും കുട്ടിയെ മറ്റൊരു വയറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന. ഇന്നിപ്പോൾ നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ നിന്ന് മാറ്റി ഗർഭപാത്രത്തിലുള്ള ഇൻഫെക്ഷൻ എടുത്ത് കളയുന്ന, അതും കഴിഞ്ഞ് ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ ഓപ്പറേറ്റ് ചെയ്ത് തിരിച്ച് അതിൽ തന്നെ പാക്ക് ചെയ്യുന്ന എല്ലാ ശസ്ത്രക്രിയകളും ഓപ്പറേഷനും ഇന്നുണ്ട്. കേട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? അത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വയറ്റിൽ നിന്നും കുട്ടിയെ മറ്റൊരു വയറ്റിലേക്ക് നിക്ഷേപിക്കാനാണ് ഭഗവാൻ ആരോട് പറയുന്നത്? മായാദേവിയോട് പറയുകയാണ്. എന്നിട്ട് ദേവി എന്ത് ചെയ്യണം? ഒരിക്കലും പ്രസവിക്കില്ല എന്ന് പറഞ്ഞ നന്ദഗോപ പത്നിയായ യശോദാദേവിയുടെ ഗർഭത്തിൽ ഒരു പെൺകുഞ്ഞായി വരണം. ദേവി അവിടെ പെൺകുഞ്ഞായി വന്ന് ഞാനിവിടെ കൃഷ്ണനായി അവതരിച്ച് വസുദേവര് എൻ്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് വസുദേവര് എന്നെയും കൊണ്ട് നന്ദഗോപ ഗൃഹത്തിലേക്ക് വരും. ദേവിയെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഞാനാണ് ദേവി എന്ന് തെറ്റിദ്ധരിച്ച് ദേവിയെ കംസൻ കാല് പിടിക്കും. ദേവി അപ്പോൾ അപ്രത്യക്ഷമായിക്കോളൂ. അങ്ങനെ ദേവി മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതാരത്തിന് വേണ്ടി എന്നെ സഹായിക്കണം. നോക്കൂ, അതുകൊണ്ടാണ് നമ്മുടെ ഹിന്ദു സംസ്കൃതിയിൽ 2 ആരാധനകൾ നമ്മൾ കൊണ്ടു നടക്കുന്നത്. കാലത്ത് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രം. കാരണം നമുക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ പ്രകൃതി ദേവിയുടെ രൂപത്തിൽ നമ്മളെ അനുഗ്രഹിക്കണം. നമ്മുടെ പ്രകൃതം നമ്മളെ അനുഗ്രഹിക്കണം. അപ്പം പ്രകൃതിയുടെ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്തസ്യേ
നമസ്തസ്യേ നമോ നമ യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്തസ്യേ. അങ്ങനെയൊക്കെ ദേവിയുടെ അനുഗ്രഹവും നമുക്ക് വേണം. ഇത് രണ്ടും ഹിന്ദുവിൻ്റെ ഒരു സംസ്കാരമാവണം. കാലത്ത് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ഡെയിലി ചൊല്ലുന്നവരെത്ര പേരുണ്ട്? നന്നായി. ഇത് നിങ്ങളുടെ ജീവിത ഭാഗമാക്കി കൊണ്ട് നടക്കണം. ഇന്നിപ്പോൾ ഇതൊന്നും പ്രയാസമില്ലൊക്കെ മൊബൈലിൽ കൊണ്ട് നടക്കാം, ഇല്ലേ? ഇനിയിപ്പോൾ കുളിച്ച് ചൊല്ലണമെന്നുമില്ല. പക്ഷെ ഇനിയിപ്പോൾ കിടക്കുന്നതിന് മുമ്പ് ചൊല്ലിയാലും മതി. ഇന്ന സമയത്തെ ചൊല്ലാവൂന്നില്ല. പക്ഷെ ഡെയിലി അതൊരു ഇനിയിപ്പോൾ മുഴുവൻ ചൊല്ലാൻ പറ്റിയില്ലേ 4 വരിയെങ്കിലും ചൊല്ലിക്കിടക്കുക. അതൊരു ശീലമാക്കുക. 4 വരി വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാലും മതി. മനസ്സിലായില്ലേ? മുഴുവൻ ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും 4 വരി ചൊല്ലിയിട്ട് അങ്ങോട്ട് കിടക്കുക. പക്ഷെ അതൊരിക്കലും അനുഷ്ഠാനം മുറിഞ്ഞു പോകരുത്. അത് ജീവിതത്തിൻ്റെ ഒരു പറയൂ ഭാഗമാക്കണം. എല്ലാവരും ആ വ്രതം എടുത്തിട്ട് വേണം, പ്രതിജ്ഞ എടുത്തിട്ട് വേണം ഇവിടുന്ന് പോവാൻ. വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവും. കാരണം അപ്പോഴാണ് നമുക്ക് ഈശ്വരാനുഗ്രഹവും പ്രകൃതി അനുഗ്രഹവും നമ്മുടെ കൂടെ അവർക്ക് പറയൂ ഉണ്ടാവുക. നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ സപ്താഹം തുടങ്ങുന്നതിന് മുമ്പ് എന്ത് മഴയുടെ കോലാഹലമായിരുന്നു, ഇല്ലേ? എന്തു മഴയായിരുന്നു, നിർത്താത്ത മഴ. ആണോ? പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ. അലേർട്ടുകളായിരുന്നു, റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട്. ആണോ? എന്നാൽ നമ്മൾ തുടങ്ങിയപ്പോൾ നോക്കൂ, പ്രകൃതി എന്തൊരനുഗ്രഹമാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത്. ഇത്ര സുന്ദരമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടോ ഇല്ലയോ? ഏത് കാര്യത്തിനും നമുക്ക് ഒരു പ്രകൃതിയുടെ അനുഗ്രഹവും വേണം, ഈശ്വരാനുഗ്രഹവും വേണം. ഇത് നമ്മൾ അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ. അതിന് നമ്മളെ പ്രാപ്യമാക്കാൻ യോഗ്യമാക്കാനാണ് രാവിലെ വിഷ്ണു സഹസ്രനാമവും അവർക്ക് പറയൂ വൈകുന്നേരം. അപ്പം മുഴുവൻ ചൊല്ലണമെന്നില്ല. ഇനി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. 4 വരി ചൊല്ലിയാലും മതി. പക്ഷെ അനുഷ്ഠാനം ഒരിക്കലും മുറിഞ്ഞു പോകരുത്. ഡെയിലി അതൊരു ജീവിതചര്യയായി കൊണ്ട് നടക്കണം. മനസ്സിലായില്ലേ? അത് ഭാഗവതത്തിൽ പറയും, 1 ശ്ലോകം ചൊല്ലിയാൽ മതി. ഇനി അത്രയും പറ്റിയില്ലെങ്കിൽ 1/2 ശ്ലോകം ചൊല്ലിയാലും, എന്നാലും മുടക്കരുത് എന്ന്. ഇനിയിപ്പോൾ സ്ത്രീകളാണ്, പീരീഡാണ്, കുഴപ്പമില്ല, നാമം ചൊല്ലുന്നതിന് അതൊരു തടസ്സമല്ല. ഇനിയിപ്പോൾ മരിച്ച പോലെ പ്രസവിച്ച അതും പ്രശ്നമല്ല. ഏത് തരത്തിലുള്ള അശുദ്ധി ഉണ്ടെങ്കിലും നാമജപം ഒരിക്കലും മുറിഞ്ഞു പോകരുത്. അതങ്ങനെ അനസ്യൂതം ജീവിതത്തിൻ്റെ ഒരു അവർക്ക് പറയൂ ഭാഗമാവണം. കേട്ടുവോ നിങ്ങൾ? കേട്ടു എല്ലാവരും? അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ വിഷ്ണു സഹസ്രനാമവും ഇത് കുട്ടികളൊക്കെ ചൊല്ലണം. 4 വരി. ഇനി ശനി ഞായറൊക്കെ സമയം കിട്ടുമല്ലോ, അപ്പം പിന്നെ മുഴുവൻ ഇരുന്ന് ചൊല്ലാം. അങ്ങനെ ശീലമുണ്ടാക്കി വെക്കണം. ഇങ്ങനെ ഭഗവാൻ ദേവിയോട് പറഞ്ഞ് ആ ദേവിയെ പറഞ്ഞയക്കുന്ന രംഗം ഭാഗവതത്തിലെ 10-ാം സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. 7, 8 തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ. ഇവിടെയാണ് ഭഗവാൻ ദേവിക്ക് സഹസ്രനാമങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ലളിതാ സഹസ്രനാമം ശരിക്കും അഗസ്ത്യ മഹർഷി എഴുതി എന്നാണ് പറയുന്നത്. പിന്നീടാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അതൊക്കെ വരുന്നത്. അതിൻ്റെ ഒറിജിനൽ അഗസ്ത്യ മഹർഷിയാണെന്നാണ് പറയുന്നത്. ഏതായാലും ദേവിക്ക് പേര് കൊടുക്കുന്ന ഭഗവാൻ ഗച്ഛദേവി വ്രതം ഭദ്രേ ഗോപഗോപീലലങ്കൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ അന്യാം ചകം സസംവിഘ്ന വിവരേഷു വസന്തി ദേവക്യാ ജഡരേ ഗർഭം ശേഷാഖ്യം ധാമമാമകം തൽ സന്നികൃഷ്യ രോഹിണ്യ ഉദരേ സന്നിവേശയ. പറയുന്നത് ഗച്ഛദേവി വ്രതം ഭദ്രേ ഗോപഗോപീരലങ്കൃതം. ഗോപഗോപീരലങ്കൃതമായ ഗോപിമാരുടെയൊക്കെ അലങ്കൃതമായ അങ്ങ് ഗോകുലത്തിലേക്ക് ദേവി ആരെ കൊണ്ടുപോകണം? ദേവക്യാജടരേ ഗർഭം. ദേവകീ ദേവിയിലുള്ള ഗർഭത്തെ സന്നികർഷ്യ എടുത്തിട്ട്
രോഹിണ്യ ഉദരേ നിവേശയ. എവിടെ നിക്ഷേപിക്കണം? രോഹിണി ദേവിയിൽ കൊണ്ട് നിക്ഷേപിക്കണം. എന്നിട്ടോ ദേവി അവിടെ നിന്ന് എന്ത് ചെയ്യണം? യശോദാദേവിയുടെ ഗർഭത്തിലൊരു പെൺകുഞ്ഞായി വരണം. ഇങ്ങനെ ദേവി ഭൂമിയിൽ അവതരിക്കുക കാരണം ദേവിയെ അർച്ചിഷ്യന്തി മനുഷ്യാസ്തം സർവകാമപരേശ്വരിം ധൂപോപഹാരബലിഭി സർവകാമവരപ്രദം നാമധേയാനി കുർവന്തി സ്ഥാനാനി ച നരാഭുവി ദുർഗേതി ഭദ്രകാളീതി വിജയ വൈഷ്ണവീതി ച കുമുദ ചണ്ഡിക കൃഷ്ണ മാധവീ കന്യകേതി ച മായാ നാരായണീശാനി ശാരദേത്യംബികേതി ച ഗച്ഛദേവി വ്രജം ഭദ്രേ ഗോപഗോപീരലങ്കൃതം. ദേവി, എന്നെ ഈ അവതാരത്തിൽ അനുഗ്രഹിക്കൂ. ഭഗവാന് പോലും അവതരിക്കാൻ ദേവിയുടെ സഹായം വേണ്ടി വന്നു, ദേവിയുടെ അനുഗ്രഹം വേണ്ടി വന്നു. അപ്പം കൃഷ്ണൻ പോലും അവതാരം പൂർണ്ണമാവണമെങ്കിൽ ആര് വേണം? ദേവി വേണം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ആ ദേവിയെ തൊഴുത് നമസ്കരിച്ചു ദേവി പോയി. ഇവിടെ ഭഗവാൻ അവതാരം വന്നു. ഭഗവാൻ ആ ഗർഭത്തിൽ വളർന്നു വരുമ്പോൾ ഒരു ദിവസം ദേവന്മാരെല്ലാം കാരാഗൃഹത്തിലെത്തി എന്നാണ്. അവര് ആ ദേവകീദേവിയുടെ ഗർഭത്തെ നോക്കി കംസൻ ശപിക്കാൻ വേണ്ടിയിട്ടാണ് വയറ് കാണാൻ വന്നത്. ദേവന്മാർ വയറ് കാണാൻ വന്നത് ഭഗവാനെ സ്തുതിക്കാനാണ്. അങ്ങനെ ഗർഭസ്തുതി ഭാഗവത്തിലുണ്ട്. ദേവന്മാർ തൊഴുതുകൊണ്ട് ബ്രഹ്മാദി ദേവന്മാർ പറയും, സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം വ്രതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. എന്താ പറയണത്? ഭഗവാൻ സത്യവ്രതനാണ്, സത്യപരനാണ്, ത്രിസത്യമാണ്, സത്യസ്യ യോനിയാണ്, നിഖിലം സത്യമാണ്, സത്യനേത്രം കൊണ്ട് കാണാൻ സാധിക്കുന്നവനാണ്, സത്യാത്മകനാണ്. 8 സത്യം എന്നുള്ള വാക്കാണ് ഈ ഒരു ശ്ലോകത്തിൽ ഉപയോഗിച്ച്. എത്ര? സത്യവ്രതം സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം. സത്യാത്മകം. അപ്പൊ എത്രേ? 5 3 എത്രേ? 8 സത്യം. ഈ സത്യം എന്ന വാക്കിനൊക്കെ വലിയ അർത്ഥമാണുള്ളത്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അറിയില്ല. പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ഒരു പുസ്തകമുണ്ട്, ദ കംപ്ലീറ്റ് കമൻട്രി ഓഫ് ശ്രീമദ് ഭാഗവത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പുസ്തകം? കണ്ടിട്ടുണ്ടോ? ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് എടുക്കണത്. അതൊരു ഗംഭീര അസറ്റാണത്. പണ്ഡിറ്റ് ഗോപാലൻ നായർ കേരളത്തിൽ ജീവിച്ച ഒരു മഹാപ്രതിഭയായിരുന്നു. ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഭാരതത്തിൻ്റെ പ്രസിഡൻ്റായി. അദ്ദേഹം ഒറ്റപ്പാലത്തൊരു ഫംഗ്ഷന് വന്നു. പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു, ഐ വാണ്ട് ടു സീ പണ്ഡിറ്റ് ഗോപാലൻ നായർ എന്ന്. ഇദ്ദേഹത്തിന് ആരോ പറഞ്ഞു കൊടുത്തിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രതിഭയെക്കുറിച്ച്. അദ്ദേഹം ആ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ വീട്ടിൽ പോയി ഇന്ത്യൻ രാഷ്ട്രപതി നീണ്ട് നിവർന്ന് നമസ്കരിച്ചു ആ പ്രതിഭയ്ക്ക് മുമ്പിൽ. ഒരു കാലഘട്ടത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ ആളുകളൊന്നുമില്ലാത്ത, ഇപ്പോഴല്ലേ ഗുരുവായൂരപ്പൻ തിരക്കും ബഹളമൊക്കെ ചെയ്ത്, അന്ന് അവിടെ വന്ന് ഈ രചിച്ച ഭാഗവതത്തിലെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു പ്രതിഭയായിരുന്നു ആര്? പണ്ഡിറ്റ് ഗോപാലൻ നായർ. മനസ്സിലായില്ലേ? അന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകം ആരും മേടിക്കാനുണ്ടായിരുന്നില്ല എത്ര. കാരണം ആളുകൾക്ക് ഭാഗവതത്തെക്കുറിച്ചൊന്നും 18,000 ശ്ലോകമുള്ള ഭാഗവതത്തിന് 8 വോള്യത്തിൽ കമൻട്രി എഴുതിയ മഹാനാണ് ആര്? ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഈ ഒരൊറ്റ ശ്ലോകത്തിന് 7 പേജുകളാണ് അദ്ദേഹത്തിൻ്റെ കമൻട്രി.
ലെഫ്റ്റും റൈറ്റും കോട്ട് ചെയ്തിരിക്കുകയാണ് ഉപനിഷത്തുക്കൾ. വായിക്കേണ്ട ഒരു പുസ്തകമാണ് അയാൾ, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ ഈ ഒരു ശ്ലോകം അങ്ങനെ ഇങ്ങോട്ട് വായിച്ചു പോകുന്ന ശ്ലോകമല്ല. ഇതിൻ്റെ അകത്ത് വലിയ അറിവുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. ആരെങ്കിലും കണ്ടിട്ടോ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ പുസ്തകം? ഉണ്ടോ? ഇപ്പം കിട്ടാൻ വലിയ പാടാണത്, ഭയങ്കര ബുദ്ധിമുട്ടാണത്. അതൊക്കെ ഇപ്പം ഔട്ട് ഓഫ് പ്രിൻ്റായി മാറിപ്പോയി. കാരണം അത്രയും ഡിമാൻഡ് വന്നു, ആളുകൾക്കൊക്കെ അത് വേണം, മനസ്സിലായില്ലേ? ഞാൻ ഈ ഭാഗവതത്തിലേക്കൊക്കെ വരുന്നത്, എനിക്കൊരു പ്രൊഫസർ, ഒരു ഗോപിനാഥ്ജി ഉണ്ട്, അദ്ദേഹം ഈ 8 വോള്യങ്ങൾ കൊണ്ടുതരികയാണ്. ഞാൻ അങ്ങനെയാണ് ആ ഭാഗവതത്തെ കൂടുതലൊന്ന് ഡെപ്തിലൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചത്. എന്നാൽ 108 ദിവസം എറണാകുളത്ത് എനിക്ക് ഈ കരയോഗത്തിൽ ഈ 108 ദിവസം പ്രഭാഷണം. അതാണ് നിങ്ങൾ ഏഷ്യാനെറ്റിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവുക. പലരും ഏഷ്യാനെറ്റിൽ കണ്ടിട്ടുണ്ടല്ലോ, കണ്ടിരുന്നോ? അപ്പം അന്ന് ഇത്രയൊക്കെ 108 ദിവസം ഞാനത് എങ്ങനെയാണ് പറയുക? എനിക്ക് പറയാൻ അത്രയ്ക്ക് സ്റ്റഫ് വേണ്ടേ? അപ്പോൾ അത് പഠിക്കണം കൂടുതൽ. അപ്പോഴാണ് എനിക്ക് ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, അദ്ദേഹം ബുക്ക് 8 വോള്യം എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ദെയർ. അപ്പം അങ്ങനെ അത് റഫർ ചെയ്തിട്ടാണ് ഈ ഭാഗവതമൊക്കെ ഞാൻ നിങ്ങളോടിപ്പോൾ പറയുന്നത്. അപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എൻ്റെ ഉള്ളിൽ വലിയൊരു അറിവൊക്കെ ഉണ്ടെന്ന്. ഞാൻ ഈ പുസ്തകമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം എത്രയുണ്ട് നോക്കൂ നിങ്ങൾ. ഞാൻ ഈ പറയണമൊക്കെ അതിൻ്റെ ഒരു അംശമേ ആയിട്ടുള്ളൂ, ഇനിയും കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഇത്തരം പുസ്തകങ്ങളൊക്കെ ഒന്ന് മറിച്ച് വായിച്ച് പഠിക്കണം. കാരണം നമ്മളാരും അങ്ങനെ സംസ്കൃതം പഠിച്ചവരല്ല, ആണോ? അപ്പം ഇതൊക്കെ കുറച്ച് വായിക്കുമ്പോൾ നമുക്ക് സംസ്കൃതം വായിക്കാതെ തന്നെ അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാവും. ഏതായാലും ഇവിടെ ഭഗവാൻ ദേവിയെ പറഞ്ഞയച്ചു, ദേവന്മാർ വന്നു സ്തുതിച്ചു, പറയാണ്, ഭഗവാനെ, അവിടെ നിന്ന് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടെങ്കിലും ആ ഉള്ളിലുള്ള അങ്ങയെ കിട്ടണമെങ്കിൽ, ഭഗവാനെ നമുക്ക് പിടികിട്ടണമെങ്കിൽ അതിലെന്ത് വേണം? ശൃണ്വൻ സുഭദ്രാണിരതംഗമാ ത്വയ്യംബുജക്ഷാഖില സത്വധാംനി സമാധിനാവേശിതചേതസൈകേ ത്വൽപാദബോധേന മഹത്കൃതേന കുർവന്തി ഗോവത്സപദം ഭവാബ്ദിം. ഞാൻ വായിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 2-ാം അധ്യായത്തിലെ 30-ാം ശ്ലോകമാണ്. ഹേ ഭഗവാനെ, അങ്ങയുടെ ഭക്തി അല്പം മനസ്സിലുണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൻ്റെ വലിയ ദുഃഖ ദുരിതങ്ങളൊക്കെ മറികടക്കാനൊരു ശക്തിയും അതിനൊക്കെ ഒരു വഴിയും തോന്നും ഭഗവാനെ. അതാണ് അങ്ങയുടെ ഭക്തിയുടെ മഹത്വം. ശ്രദ്ധിക്കുക നിങ്ങൾ, ഭക്തിയുള്ളവർക്ക് മനസ്സിൽ ശക്തിയുമുണ്ടാവും എന്ന് മാത്രമല്ല, ആരെങ്കിലുമൊക്കെ വഴി കാണിക്കാൻ ഉണ്ടാവും, മുന്നോട്ടുള്ള വഴി. രാമനായാലും അവതാരമൂർത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മുന്നോട്ട് വഴി കാണിക്കാൻ ആരെങ്കിലും ഉണ്ടാവണം, വേണ്ടേ? ശബരീദേവി പറഞ്ഞതനുസരിച്ചിട്ടാണ് ശ്രീരാമസ്വാമി സുഗ്രീവനുമായി സഖ്യമുണ്ടാക്കുന്നത്. ആണോ അല്ലയോ? വാത്മീകി മഹർഷിയോട് ചോദിക്കുകയാണ്, മഹർഷേ, ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത്? അങ്ങനെയാണ് ചിത്രകൂടം കാണിച്ചു കൊടുക്കുന്നത്. ആണോ അല്ലയോ? ഇതൊക്കെ മഹർഷിവര്യന്മാരോട് ചോദിക്കുന്നു എങ്കിൽ അത് മനസ്സിലാക്കണം, അവതാരമൂർത്തികൾക്ക് പോലും സഹായം ചെയ്യാൻ ആരെങ്കിലൊക്കെ വേണം. അപ്പം ഭക്തിയുണ്ടെങ്കിൽ ശക്തിയുമുണ്ട്, വഴി കാണിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. ഇവിടെ പറയാണ്, ഭഗവാനെ, അങ്ങയിലൊരു അല്പം ഭക്തി വന്നാൽ തന്നെ ഏയംബുജക്ഷാഖില സത്വധാംനി സമാധിനാവേദിശതേതസൈകേ ത്വൽപാദബോധേന മഹത്കൃതേന കുർവന്തി ഗോവത്സപദം ഭവാബ്ധിം. അതിനാ ഭക്തി ഉണ്ടാവാൻ എന്താ വഴി? അതിനെന്താ വേണ്ടത്? ശുണ്ണൻ കൃണൻ സംസ്മരനച്ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസുയത്ത ചരണാരവിന്ദയോ ആവിഷ്ടജേതാന്ന ഭവായ കൽപ്പതേ. എന്താ വേണ്ടത്? ശൃണ്വൻ ഗൃണൻ സംസ്മരനച്ച ചിന്തയൻ നാമാനി രൂപാണി ച മംഗളാനി തേ ക്രിയാസുയത്ത ചരണാരവിന്ദയോ ആവിഷ്ടചേത ഭവായ കൽപ്പതേ. ഭഗവാന്റെ ആ ഭക്തി ഉണ്ടാവാൻ ശ്രവണം വേണം, കീർത്തനങ്ങൾ വേണം, നാമസ്മരണം വേണം. ഇങ്ങനെ ആര് ജീവിതം കൊണ്ടു നടക്കുന്നോ
ക്രമേണ ഭക്തിയാ സഞ്ചായതേ ഭക്തി. ക്രമേണ ക്രമേണ ഭക്തി ഒരു ചെടി വളരുന്ന പോലെ ഉള്ളിൽ വളർന്നു വരും. അപ്പം നമ്മൾ കേൾക്കുകയും ജപിക്കുകയും ചെയ്യുമ്പോൾ ഉള്ളിൽ ഭക്തി വളർന്നു വരും. അങ്ങനെയുള്ളവർക്ക് എവിടെയാണ് ഭഗവാനെ ദുരിതങ്ങളും ദുഃഖങ്ങളും പിടികൂടുക എന്നൊക്കെ പറഞ്ഞ് ആ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അനവധി അവതാരങ്ങൾ ഭാരതത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ മനുഷ്യ മനസ്സിലെ ഭാരം എടുത്തു കളയുന്ന ആ കൃഷ്ണാവതാരം ഇപ്പോഴാണ് നടക്കാൻ പോകുന്നത്. ഭഗവാൻ കൃഷ്ണൻ ഭാരതത്തിൽ അവതരിക്കുകയാണ്. ഈ ഭാരതത്തിൻ്റെ ഭാവിയെ മാറ്റിമറച്ച, ഭാരതത്തിന് ആത്മീയ ജ്ഞാനം പകർന്ന, ഭാരതത്തിന് ഗീതയും ഭാഗവതവും തന്ന അവതാരമൂർത്തിയാണ് ആര്? ഭഗവാൻ കൃഷ്ണൻ. ആ കൃഷ്ണൻ്റെ അവതാരമാണ്. അപ്പം അതുകൊണ്ട് അവരൊക്കെ കൈകൂപ്പിക്കൊണ്ട് പറയണു, ഭഗവാനെ ഈ കൃഷ്ണാവതാരത്തെ ഞങ്ങൾ നമസ്കരിച്ചുകൊണ്ട് സ്വീകരിക്കുകയാണ്. ഇതിനു മുമ്പ് മത്സ്യാസ്വകശ്യപ നൃസിംഹവരാഹംസ രാജന്യ വിപ്രവിബുധേഷു കൃതാവതാര ത്വം പാസിന ത്രിഭുവനം ചയദാതുനേശ ഭാരം ഭുവോഹര യദോത്തമ വന്ദനം തേ. ഭാരം ഭുവോഹര യദോത്തമ വന്ദനം തേ. എല്ലാ മനസ്സുകളുടെയും ഭാരത്തെ ഹരിക്കാൻ ഇതാ ഭഗവാൻ അവതരിക്കുകയാണ്, കൃഷ്ണാവതാരമായി വരികയാണ്. ഇതുവരെ മത്സ്യമായി, കശ്യപമായി, കൂർമ്മമായി, നരസിംഹമായി, പക്ഷേ മനസ്സിൻ്റെ ഭാരം ഹരിക്കുന്ന ഒരവതാരം ഇതാ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ഭാരം ഭുവോഹര യഥോത്തമ വന്ദനം തേ. അങ്ങനെ കൃഷ്ണാവതാരം ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി നാളിൽ അവതരിക്കുകയാണ് കൃഷ്ണൻ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ, കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ, കൃഷ്ണ 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 ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ,
കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കൃഷ്ണ വാസുദേവായ ദേവകീ പ്രണായത ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം
ദേവകീ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു വസുദേവസുതം ദേവം കംസചാണൂര മർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം കൃഷ്ണം ജഗദ്ഗുരും കൃഷ്ണം ജഗദ്ഗുരും കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപ കുമാരായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ വസുദേവസുതം ദേവം മർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം ജഗദ്ഗുരു കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ ഋഷഭാവനാം പ്രമന്നം പാഹി ഗോവിന്ദ ശിശുഭിശ്ചാവതി കൃഷ്ണ കൃഷ്ണായ വാസുദേവായ ഗോവിന്ദായ നമോ നമഃ ദേവദേവ ജഗത്
ജഗന്നാഥ പുണ്യശ്രവണകീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണകീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ നാരായണ നമോസ്തുതേ നാരായണ നമോസ്തുതേ നാരായണ നമോസ്തുതേ നാരായണ നമോസ്തുതേ നാരായണ നമോസ്തുതേ നാരായണ നമോ നമോസ്തുതേ നാരായണ നമോസ്തുതേ വസുദേവസുതം ദേവം ചാണൂരമർദ്ദനം കംസചാണൂരമർദ്ദനം ദേവകീ ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപ കുമാരായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപ കുമാരായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണ 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 ശ്രീ കൃഷ്ണ നമോ നാരായണായ കൃഷ്ണ നമോ നാരായണായ നമോ നാരായണായ നമോ ശ്രീ
കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. കൊന്നിട്ടു ഗുരു